ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു പരിപ്പ് കറിയുടേതാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കറിക്ക് എന്താ എത്ര പ്രത്യേകത എന്നല്ലേ ചിന്തിച്ചത്? ഇതൊരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ് കേട്ടോ. ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഈ കറി നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ ചോറിനും പൂരിക്കും ഒക്കെ പറ്റുന്നൊരു പരിപ്പ് കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക. നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഒരു 100-150 ഗ്രാം പരിപ്പാണ് എടുക്കുന്നത്. നമുക്ക് ഒരു നേരത്തേക്കുള്ള കറിക്കുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നു. ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പരിപ്പാണ്. കുക്കറിലിട്ട പരിപ്പ് വേഗം വെന്ത് കിട്ടും. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ ഇത് വെളുത്തുള്ളി ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നീട് ഒരു 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കുക്കറിൽ വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഒരു തക്കാളി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു, ചെറുതായി അരിഞ്ഞിട്ട്. ഇനി നമുക്കിതിലേക്ക് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കണം. ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ചേർത്താൽ മതി. അധികം ലൂസായിട്ടുള്ളതല്ല, ഒരു കുറച്ച് നല്ല കട്ടിയുള്ള കറിയാണ് നമുക്ക് വേണ്ടത്. ഇനി പരിപ്പ് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നു. ഞാൻ ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. നെയ്യിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പരിപ്പിനുണ്ടാവുക. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് വറവിനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷമാണ് വറവിനുള്ള ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത്. പിന്നീട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. കുറച്ച് ചെറിയുള്ളി ഞാൻ വറവിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നു. പിന്നീട് ചേർക്കുന്നത് നമ്മൾ എരിവിനായിട്ടുള്ള വറ്റൽമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ചേർക്കണം. പിന്നീട് വേണ്ടത് കറിവേപ്പില. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വറവിനായിട്ട് എടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും ടേസ്റ്റിൽ നിങ്ങൾ പരിപ്പ് കറി കഴിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പരിപ്പിലൊക്കെ ഉപ്പിട്ട് വേവിക്കുമ്പോൾ അധികം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ട് വറവൊക്കെ റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ദിവസവും ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിച്ചപ്പ് കൂടിയാണ് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. നല്ല സൂപ്പറായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രയുണ്ടെന്ന്. നല്ല സൂപ്പർ ടേസ്റ്റിലാണ് പരിപ്പ് കറി ഉള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്